ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് പൊന്നാനിയിലുള്ള BM കായലിലേക്കാണ്. ഇത് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഷോർട്ട് കട്ടിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന് സൺഡേ അല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. അന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ അവിടെ കുടുംബശ്രീയിലെ ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറേ പേരുണ്ട്. അവിടുന്ന് ഒരു വർത്തമാനം പറച്ചിലും ബഹളവും എല്ലാം കൂടിയായ കാരണമാണ് വോയിസ് ഇടാത്തത്. നമ്മളിവിടേക്ക് വന്നത് ഒരു വൈകുന്നേരം 5 മണി ടൈമിലാണ്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കാനും പറ്റിയൊരു സ്ഥലമാണത് കേട്ടോ. നമ്മുടെ ഈ BM കായലിൽ വെച്ചിട്ടാണ് വള്ളംകളി മത്സരമൊക്കെ നടത്താറുള്ളത്. അപ്പോൾ ആ സമയങ്ങളിൽ ഈ 2 സൈഡും കായലിൻ്റെ 2 വശങ്ങളിലുള്ള കരകളിൽ ഫുള്ളും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അത്രയും ആവേശകരമായ ഒരു മത്സരമാണ് കേട്ടോ ആ സമയത്ത് നടക്കുക. അത്രയും നല്ലൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വള്ളംകളി മത്സരം നടത്തുമ്പോൾ ഓണത്തിനായിരിക്കും. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്നിട്ട് കണ്ടോളുണ്ട് കേട്ടോ. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ കാണുന്നതാണ് തൂക്കുപാലം. ഇന്നിപ്പോൾ സൺഡേ അല്ലാത്തത് കൊണ്ട് തിരക്ക് വളരെ കുറവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു. അന്നൊക്കെ ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. അന്ന് ഈ കായലിലൊക്കെ ബോട്ടിൻ്റെ സവാരി ഉണ്ടായിരുന്നു, സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നിട്ട് ബോട്ടിൽ കയറിയിട്ട് അവരത് തിരിച്ചും മറിച്ചും വളച്ചൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അലമുറ ഇട്ട് കറഞ്ഞതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഇപ്പോൾ ബോട്ട് സർവീസൊന്നുമില്ല, അതൊക്കെ പിന്നെ നിർത്തി വയ്ക്കുക ചെയ്തത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അധികം കച്ചവടക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടല വറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ പോയിട്ട് കടലൊക്കെ വറുത്തത് മേടിച്ചു കൊടുത്തു. അങ്ങനെ 2 പേരും കൂടിയിട്ട് കടലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ പുറത്ത് പോയി കറങ്ങുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ ഫുൾ ഹാപ്പിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് തൂക്കുപാലം കയറാൻ പോവുകയാണ്. അപ്പോൾ ഷാജേട്ടനും കുട്ടികളും കൂടിയിട്ട് ഫ്രണ്ടിൽ കയറി, ബാക്കിലാണ് ഞാൻ വരുന്നത്. ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ആക്കത്തിൽ പതുക്കെ കയറി പോവുകയാണ്. അപ്പോൾ അങ്ങനെ കയറി മേലെ ചെന്ന് നോക്കുമ്പോൾ ഈ പാലത്തിനാണെങ്കിൽ ഒരു ചെറിയ ഒച്ചോട് കൂടിയിട്ട് പാലം ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ആടുണ്ട് കേട്ടോ. ഈ ആട്ടം വന്നപ്പോഴാണ് ഞാൻ ഫോണിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ടെടുത്തത്. അതുവരെ എൻ്റെ മൈൻഡിൽ വീഡിയോസ് എടുക്കണം, നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പെട്ടെന്ന് പരിസരബോധം വന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോൾ അത്രയും ഹൈറ്റിലാണ്. പിന്നെ ആകെ പെട്ടൊരവസ്ഥയായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ഉയരും ഈ വെള്ളം പേടിയുള്ളതാണ്. അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. പെട്ടെന്നാണ് പേടി കയറി. പിന്നെ എനിക്ക് ഫ്രണ്ടിലേക്കും പോകാൻ വയ്യ, ബാക്കിലേക്കും പോകാൻ വയ്യ. എൻ്റെ ഷാള് വീഴുമോ, ചെരുപ്പ് വീഴുമോ, ഫോണ് വീഴുമോ, ഞാൻ തന്നെ വീഴുമോ എന്ന് വെച്ചിട്ട് എനിക്ക് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരു വിധേന അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു 4-5 പേര് വഞ്ചി തുഴഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവർ റൗണ്ട് അടിച്ചിട്ട് വരികയാണ്. അവരിങ്ങനെ പാട്ടൊക്കെ പാടി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കൂളായിട്ട് അവരങ്ങനെ തുഴഞ്ഞിട്ട് പോയി. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല തെളിഞ്ഞ് കിടക്കുന്ന വെള്ളത്തിലെ വൈകുന്നേര സമയത്ത് നല്ല കാണാനൊക്കെ ഒരു കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു അതൊക്കെ. കണ്ണനാണ് ഇത്തും പാലത്തിലൂടെ അപ്പുറത്തെ സൈഡിലൊക്കെ പോയി അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. കണ്ണൻ മുന്നിൽ നടക്കുകയാണ്. കണ്ണന് പേടിയൊന്നുമില്ല, നിത്തുന് ചെറുതായിട്ടൊരു പേടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവർ കറങ്ങി തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ ഫാമിലിയിലുള്ള ഒരു കല്യാണമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ ആയിരുന്നു. അത് അടുത്ത ഓഡിറ്റോറിയത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറി റിസപ്ഷനിലൊക്കെ പങ്കെടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.